അറിയുന്നുണ്ട് മോനെ കാര്യങ്ങളൊക്കെ. കരുണയും അവളുടെ മുത്തശ്ശിയും കൂടെ കുഞ്ഞിനെ കളഞ്ഞല്ലേ. എന്ത് ചെയ്യാനാ? അതോടെ പഴിമൊത്തം എനിക്കായി. കഴിവ് കെട്ടവണെന്ന കരുണയുടെയും അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ വിളി കേട്ട് ഞാൻ മടുത്തു. അവര് പറയുന്നതിലും കാര്യമില്ലേ മോനെ. ഞാൻ കല്യാണത്തിന് മുമ്പ് അതുപോലെ നിന്നെക്കുറിച്ച് അവരോട് പറഞ്ഞു പിടിപ്പിച്ചത്. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ നിയന്ത്രണം നിനക്കും എവനുമാണെന്നാണ് ഞാൻ പ്രതാപനോട് പറഞ്ഞത്. നീ ഉള്ളതുകൊണ്ടാ കമ്പനി നേരെ പോയി പോകുന്നെന്നും പറഞ്ഞു. കണ്ണനെ അന്ന് ഞാൻ റബ്ബർ സ്റ്റാമ്പ് ആക്കിയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷമല്ലേ ആ റബ്ബർ സ്റ്റാമ്പ് നന്നായിട്ട് വലിയുവെന്ന് പ്രതാപനും അയാളുടെ മോക്കും ഒക്കെ മനസ്സിലായത്. അതൊന്നൊന്നര വലിച്ചിലായി പോയാച്ചാ. എങ്ങനെയെങ്കിലും കരുണയ്ക്ക് അവളുടെ ചേച്ചിയെ ജയിച്ചേ പറ്റൂ. അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അവളുടെ പുക കാണാതെ ഇനി രക്ഷയില്ല ഉണ്ണി. നടത്തടാ. എത്ര തവണ അവരുടെ പുക കാണാൻ വേണ്ടി നടന്നു. നിങ്ങൾ മാത്രമല്ല, ഞാനും പ്രതാപനും ഒക്കെ. എന്നിട്ട് ഈ ഗതിയിലായി. അവളും അവളുടെ എഞ്ചിനീയറും വീഴാത്ത തട്ട ഞാൻ ചവിട്ടി വീണത്. ഇതൊക്കെ അത്ഭുതം അല്ലെങ്കിൽ പിന്നെ എന്താടാ? അങ്ങനെ ഒരുത്തിയെ കൊല്ലാൻ വലിയ പാടാ മോനെ. എടാ ഇങ്ങേര് പറയുന്ന കേട്ടോണ്ടിരുന്നാലേ കാര്യമൊന്നും നടക്കില്ല. എടാ നമ്മൾ ഒരു പ്രാവശ്യം തോറ്റ പിന്നെ നമ്മൾ അടുത്ത മാർഗം തേടണം. നിങ്ങൾ തേടിക്കൊണ്ടിരുന്നോ? ഞാൻ വീൽ ചെയറിലായി. ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കാൻ എനിക്ക് വയ്യ. അങ്ങ് പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്ന് ഇറങ്ങാനാ പാട്. അച്ഛനെ പോലെ 10-20 കൊല്ലം ഇരുന്ന് നിരങ്ങിയ ഒരുവൻ മെല്ലെ ഉയർത്തെഴുന്നേട്ടോണ്ടിരിക്കുക. ഉണ്ണി ഉറപ്പാ അവന്റെ വലതുകാലം മാത്രമല്ല ഇടതുകാലം ചലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മേഘേട്ടൻ പറയുന്നതിലും എന്തോ കാര്യമുണ്ടമ്മാവ. അല്ലെങ്കിൽ കണ്ണേട്ടൻ ആയുർവേദത്തിലും അലോപ്പതിയിലും ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നല്ലോ. ഇപ്പൊ പക്ഷേ പ്രതീക്ഷയോടെ പോകുന്നേ. എന്തെങ്കിലും പുരോഗതി ഇല്ലെങ്കിൽ അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചോണ്ടിരുന്ന മേഘേട്ടാ? ഒരു ചോദ്യവും പറച്ചിലും ഇല്ലായിരുന്നു കണ്ണേട്ടന്റെ ഭാഗത്തുനിന്ന്. ഇഷ്ടംപോലെ പൈസ ആയിരുന്നു ഏത് സമയത്തും. അതെല്ലാം നിലച്ചു. അതിന്റെ കൂടെയാ ഭാര്യ വീട്ടുകാരുടെ പഴിയും പരാതിയും. എടാ എല്ലാം ശരിയാവും. നമ്മൾ ഇതെല്ലാം തിരിച്ചു പിടിക്കൂടാ. ഒരിക്കലും തിരിച്ചു പിടിക്കത്തില്ല. മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തിയെ കണ്ണന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. മറ്റേത് പെൺകുട്ടിയായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവൾ ഒരു അപൂർവ ജന്മമാണെന്ന്. അതുകൊണ്ട് നിങ്ങളൊക്കെ സംശയിക്കുന്നത് പോലെ കണ്ണൻ എഴുന്നേറ്റ് നടന്നാലും അതിൽ വലിയ അത്ഭുതമില്ല.